ഹലോ നമസ്കാരം, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കുന്നത് പ്രധാനമന്ത്രിയുടെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി എങ്ങനെ 70 വയസ്സ് കഴിഞ്ഞവർക്കുള്ളത് ചെയ്യാമെന്നുള്ളതാണ്. ആപ്ലിക്കേഷൻ ചെയ്യാൻ ഡോക്യുമെന്റായി വേണ്ടി വരുന്നത് ആപ്ലിക്കന്റിന്റെ ആധാർ കാർഡാണ്. അപേക്ഷകന്റെ ആധാർ കാർഡും മൊബൈൽ നമ്പറുമായിട്ട് ലിങ്ക് ആയിരിക്കണം. എന്നാൽ മാത്രമാണ് OTP ഓപ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. ആപ്ലിക്കേഷൻ ചെയ്യുന്നതിനായി ഗൂഗിളിൻ്റെ പുതിയൊരു പേജ് ഓപ്പൺ ചെയ്തതിന് ശേഷം beneficiary.nha എന്നോ അതല്ല എന്നുണ്ടെങ്കിൽ PMJAY ബെനിഫിഷ്യറി പോർട്ടൽ എന്നോ ടൈപ്പ് ചെയ്ത് നൽകാവുന്നതാണ്. ഓപ്പൺ ആയിട്ട് വരുന്ന ഈ ഒരു പേജിലെ beneficiary.nha.gov.in എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. നിലവിൽ കേരളത്തിലെ എല്ലാ ഹോസ്പിറ്റലുകളിലും ഈ ഒരു ചികിത്സാ ആനുകൂല്യം പ്രാബല്യത്തിൽ വന്നിട്ടില്ല. പിന്നീട് മാത്രമായിരിക്കും ഈ ഒരു കാർഡ് ഉപയോഗിച്ചുള്ള ആനുകൂല്യങ്ങളൊക്കെ അപ്ഡേറ്റ് ആകുക. നിലവിൽ ഇപ്പോൾ നമുക്ക് കാർഡ് ആക്ടിവേറ്റ് ചെയ്യാനും അതുപോലെ പുതിയതായിട്ട് എടുക്കാനും മാത്രമാണ് ഇപ്പോൾ സാധിക്കുന്നത്. ഓപ്പൺ ആയിട്ട് വരുന്ന ഈ ഒരു ഹോം പേജിൽ ബെനിഫിഷ്യറി എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. സൈറ്റിൽ കാണിച്ചിരിക്കുന്ന ക്യാപ്ച കോഡ് കൃത്യമായി ഒന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം മൊബൈൽ നമ്പർ എന്നുള്ള ഓപ്ഷനിൽ ആധാറുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന ഫോൺ നമ്പർ നൽകുക. വെരിഫൈ എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ശേഷം വരുന്ന ഭാഗത്ത് മൊബൈൽ OTP ടൈപ്പ് ചെയ്ത് കൊടുക്കാനാണ് വരിക. OTP ടൈപ്പ് ചെയ്യുക. വീണ്ടും സൈറ്റിൽ വന്നിരിക്കുന്ന ക്യാപ്ച കോഡ് കൂടി ഒന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം ലോഗിൻ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നൽകാവുന്നതാണ്. ലോഗിൻ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കണ്ടിന്യൂ ചെയ്ത് വരുന്ന ഹോം പേജിൽ നിലവിൽ കാർഡ് ഇല്ലാത്തവർക്ക് ക്ലിക്ക് ഹിയർ ടു എൻറോൾ എന്നുള്ള ഓപ്ഷൻ യൂസ് ചെയ്യാവുന്നതാണ്. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കണ്ടിന്യൂ ചെയ്യുന്ന സമയത്ത് ഈ ഒരു പേജ് ആയിരിക്കും ഓപ്പൺ ആയിട്ട് വരിക. ആപ്ലിക്കന്റിന്റെ ആധാർ നമ്പർ കൃത്യമായിട്ടൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. സൈറ്റിൽ കാണിച്ചിരിക്കുന്ന ക്യാപ്ച കോഡ് കൂടി ഒന്ന് ടൈപ്പ് ചെയ്ത് നൽകിയതിന് ശേഷം സെർച്ച് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. ഓൾറെഡി കാർഡ് മുൻപ് എടുത്തിട്ടുള്ള വ്യക്തിയാണെങ്കിൽ അവരുടെ ഡീറ്റെയിൽസ് അതിൽ കാണിക്കുന്നതാണ്. മുൻപ് കാർഡ് എടുക്കാത്ത വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ ഓപ്പണായി വന്നിരിക്കുന്ന ഈ ഒരു പേജിലെ ക്ലിക്ക് ഹിയർ ടു എൻറോൾ എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് വന്നിരിക്കുന്ന പേജിൽ ആധാർ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. സൈറ്റിൽ കാണിച്ചിരിക്കുന്ന ക്യാപ്ച കോഡ് കൃത്യമായി ടൈപ്പ് ചെയ്ത് നൽകിയതിന് ശേഷം സെർച്ച് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നൽകാവുന്നതാണ്. അപേക്ഷകന്റെ വിവരങ്ങൾ ലഭ്യമല്ല എന്നും ക്ലിക്ക് ഹിയർ എന്നുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ഹിയർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ആധാർ OTP ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം വെരിഫൈ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. വന്നിരിക്കുന്ന ഡിക്ലറേഷൻ മെസ്സേജിൽ അലോ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കണ്ടിന്യൂ ചെയ്യുന്ന സമയത്ത് ആപ്ലിക്കന്റിന്റെ ആധാറുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന ഫോൺ നമ്പറിലേക്കും മൊബൈൽ നമ്പറിലേക്കും 2 OTP മെസ്സേജുകൾ വരുന്നതായിരിക്കും. ഫസ്റ്റ് ഭാഗത്ത് ആധാറുമായി ലിങ്ക് ചെയ്ത ഫോൺ നമ്പർ തന്നെയാണ് നൽകിയിരിക്കുന്നതെങ്കിൽ മൊബൈലിലേക്ക് 2 OTP വരുന്നതായിരിക്കും. ഫോണിൽ കൃത്യമായി ചെക്ക് ചെയ്തതിന് ശേഷം ആധാർ OTP എന്ന് നൽകിയിരിക്കുന്ന ഭാഗത്ത് ആധാർ OTP ഏതാണോ മെൻഷൻ ചെയ്തിരിക്കുന്നത് അത് കൃത്യമായി ടൈപ്പ് ചെയ്ത് കൊടുക്കുക. മൊബൈൽ OTP എന്ന് പറഞ്ഞ് വന്നിരിക്കുന്ന ആ ഒരു മെസ്സേജ് മൊബൈൽ OTP എന്നുള്ള ഓപ്ഷനിൽ കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഈ 2 OTP കൊടുത്താൽ മാത്രമായിരിക്കും നമുക്ക് പ്രൊസീഡ് ചെയ്യാൻ സാധിക്കുക. നിലവിൽ സൈറ്റിൽ അപ്ഡേഷൻസ് വന്നിട്ടുണ്ട്. ആനുകൂല്യങ്ങൾ എന്തെങ്കിലും ലഭിച്ചിട്ടുണ്ടോ എന്നുള്ള മെസ്സേജ് വന്നിട്ടുണ്ടെങ്കിൽ നോൺ ഓഫ് ദി എബോവ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. അതല്ലെങ്കിൽ നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്ന ഡീറ്റെയിൽസ് കൊടുത്ത് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. ഞാനിവിടെ നോൺ ഓഫ് ദി എബോവ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തതിന് ശേഷം പ്രൊസീഡ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നുണ്ട്. പ്രൊസീഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നെക്സ്റ്റ് വരുന്ന പേജിൽ അപേക്ഷകന്റെ ഫോട്ടോ ക്യാപ്ചർ ചെയ്യാനുള്ളൊരു മെസ്സേജ് ആയിരിക്കും വരിക. സിസ്റ്റത്തിൽ വെബ് ക്യാം നിർബന്ധമാണ്. എന്നാൽ മാത്രമാണ് ഫോട്ടോ ക്യാപ്ചർ ചെയ്തെടുക്കാൻ സാധിക്കുക. ഫോട്ടോ ക്യാപ്ചർ ചെയ്തതിന് ശേഷം പ്രൊസീഡ് എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപേക്ഷകന്റെ നിലവിലെ വിവരങ്ങൾ അടങ്ങിയ പേജിൽ ഏറ്റവും താഴെയായിട്ട് അഡ്രസ് ഡീറ്റെയിൽസ് നൽകാനാണ് വരുന്നത്. അഡീഷണൽ ഇൻഫർമേഷൻ എന്നുള്ള ഓപ്ഷനിൽ ഡു യു ഹാവ് മൊബൈൽ നമ്പർ എന്നുള്ള ഓപ്ഷനിൽ യെസ് എന്ന് നൽകിയതിന് ശേഷം മൊബൈൽ നമ്പർ കൊടുക്കുക. വെരിഫൈ എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നൽകിയിരിക്കുന്ന ഫോണിലേക്ക് വീണ്ടും ഒരു OTP മെസ്സേജ് കൂടി വരുന്നതാണ്. ഈ ഒരു OTP മെസ്സേജ് കൃത്യമായിട്ടൊന്ന് ടൈപ്പ് ചെയ്ത് നൽകിയതിന് ശേഷം അപേക്ഷകന്റെ കാറ്റഗറി ഏതാണോ അതൊന്ന് സെലക്ട് ചെയ്ത് നൽകാവുന്നതാണ്. പിൻകോഡ് നൽകുക. അതുപോലെ തന്നെ ഡിസ്ട്രിക്റ്റ് കൃത്യമായിട്ടൊന്ന് സെലക്ട് ചെയ്ത് നൽകുക. റൂറൽ ഓർ അർബൻ എന്ന് ചോദിച്ചിരിക്കുന്ന ഭാഗത്ത് ഗ്രാമപ്രദേശമാണെങ്കിൽ റൂറൽ എന്നും പട്ടണപ്രദേശമാണെങ്കിൽ അർബൻ എന്നുള്ള ഓപ്ഷനും സെലക്ട് ചെയ്ത് കൊടുക്കുക. സബ് ഡിസ്ട്രിക്ട് എന്നുള്ള ഓപ്ഷനിൽ താലൂക്ക് സെലക്ട് ചെയ്ത് കൊടുക്കുക. വില്ലേജ് എന്നുള്ള ഓപ്ഷനിൽ വില്ലേജ് ഏതാണോ അതൊന്ന് കൃത്യമായി സെലക്ട് ചെയ്ത് നൽകിയതിന് ശേഷം
70 വയസ്സ് കഴിഞ്ഞ ഫാമിലി മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ അവരുടെ ഡീറ്റെയിൽസ് ആഡ് ചെയ്ത് നൽകാവുന്നതാണ്. ഇല്ല എങ്കിൽ ഐ ഡു നോട്ട് ഹാവ് എനി അതർ ഫാമിലി മെമ്പർ എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. പേജിൻ്റെ താഴെയായിട്ടുള്ള ഡിക്ലറേഷൻ ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം സബ്മിറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി ആപ്ലിക്കേഷൻ്റെ പ്രോസസ്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എൻറോൾമെന്റ് ആയിട്ടുണ്ട് എന്നുള്ള മെസ്സേജ് ആണ് വന്നിരിക്കുക. ക്ലോസ് എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. വീണ്ടും ഹോം പേജിൽ ആധാർ നമ്പർ ഒന്നും കൂടി ടൈപ്പ് ചെയ്യുക. സൈറ്റിൽ വന്നിരിക്കുന്ന ക്യാപ്ച കോഡ് കൂടി കൃത്യമായിട്ടൊന്ന് ടൈപ്പ് ചെയ്ത് നൽകിയതിന് ശേഷം സെർച്ച് എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ ഇവിടെ ആക്ഷൻ എന്നുള്ള ഓപ്ഷനിൽ ഡൗൺലോഡ് ആരോ വന്നിട്ടുണ്ട്. ഈ ഒരു ആരോ കീയിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്യൂ ആയിരിക്കുന്ന ആയുഷ്മാൻ ഭാരതിൻ്റെ കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. നിലവിൽ എല്ലാ ഹോസ്പിറ്റലിലും ഇതുമായി ബന്ധപ്പെട്ട അറിയിപ്പ് ലഭിച്ചതിന് ശേഷം മാത്രമായിരിക്കും ഈ കാർഡ് മൂലമുള്ള ആനുകൂല്യങ്ങൾ നമുക്ക് ലഭിക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.